ഈശോ സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ മറിയം മഗ്ദലേന. ഇന്ന് ഈശോ എനിക്ക് കാണിച്ചു തന്ന വചനം ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണ്ണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള നമുക്കറിയാവുന്നൊരു പശ്ചാത്തലം തന്നെയാണ്. 3 യുവാക്കന്മാരെ വിശ്വാസത്തിൻ്റെ പേരിൽ നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയിലേക്ക് എറിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം അവരെ രക്ഷിക്കുകയും ദൈവം അവരെ നേരിട്ട് അവർക്ക് ചുറ്റും വലയം തീർത്ത് ആ തീയിൽ നിന്ന് അവരെ സംരക്ഷിക്കുമ്പോൾ അവർ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. പലപ്പോഴും ഞാനടക്കം നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ വിശ്വാസം നമ്മൾ കൈവിടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം. പലപ്പോഴും എനിക്ക് സാധിക്കാറില്ല. നമുക്ക് ആ വിശ്വാസം കൈവിടാതെ തമ്പുരാനോട് ഒത്ത് ഈശോയോട് ഒത്ത് കട്ടയ്ക്ക് നിന്ന് വിശ്വാസത്തിൽ മുന്നേറാനായിട്ടുള്ള ശക്തി തരാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഈ 3 യുവാക്കളെ പോലെ, ജോബിനെ പോലെ ദൈവത്തോട് വിശ്വസ്തയോടും ദൈവത്തോട് പ്രത്യാശയോടും കൂടി ജീവിക്കാൻ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.